നിനക്കെന്തു പറ്റി? ഒന്നും എന്നോട് ചോദിക്കരുത്. ഒന്നും. തരണേ. അയ്യോ, രണ്ട് കണ്ണും കാണാത്തവനാണേ, വല്ലത് ഇട്ടേച്ചു പോണേ. രണ്ട് കണ്ണും കാണാത്തവനാണേ, ജോലി ചെയ്ത് ജീവിക്കാൻ രക്ഷയില്ലാത്തവനാണേ. എന്തെങ്കിലും തരണേ. അയ്യോ, എന്റെ ഈ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ. കണ്ണും കാണാൻ വയ്യാത്തവനാണേ. കണ്ണുറക്കടോ. അയ്യോ മുതലാളിയോ? ആ എന്താണോ കളക്ഷൻ കുറവ്? ഇരുന്ന് വിളിയടോ. വിളിക്കാൻ മുതലാളി. രണ്ട് കണ്ണും കാണാൻ വയ്യാന്ന് വിളി. കാണാൻ വയ്യേ. രണ്ട് കണ്ണും കാണാൻ വയ്യാന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യേ. തന്നെ ഡിസ്മിസ് ചെയ്തളായി. അയ്യോ, തളർന്നു പോയ കാലാണ്, വല്ലതും തരണേ. അയ്യോ, തളർവാദം പിടിച്ച കാലാണ്. പെങ്ങളെ. അയ്യോ, ഞൊണ്ടിയാണ് പെങ്ങളെ. അയ്യോ, അച്ഛനമ്മമാരെ. അച്ഛനില്ലല്ലേ, പോട്ടെ. അയ്യോ, തളർന്നു പോയ കാലാണേ, വല്ലതും തരണേ. അയ്യോ, തളർവാദം പിടിച്ച കാലാണ്. മുതലാളി ഞൊണ്ടിയാണെന്ന് പറഞ്ഞ എഴുതാൻ ആളുകൾ തല്ലിക്കൊല്ലും. എങ്ങനെയുണ്ടോ ഇന്നത്തെ വരുമാനം? ഓ, തരക്കേടില്ല മുതലാളി. ആ, വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടുന്നു. ഒരു ടേപ്പ് റെക്കോർഡർ എനിക്ക് വാങ്ങിച്ചു താ മുതലാളി. ഓ, നിങ്ങൾ 10-15 ഉലുവാ തരും, കിട്ടുന്നത് പാതി താൻ വെട്ടിക്കും. പിന്നെ എങ്ങനെയാണോ ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കുന്നത്? ഡോ, ചെയ്യുന്ന തൊഴിൽ പിച്ചയാണെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യണം, തെണ്ടിത്തരം കാണിക്കരുത്. താ എന്നെ നോക്ക്, സത്യസന്ധമായിട്ട് തെണ്ടിയതുകൊണ്ടാ ഞാൻ ഇന്ന് നിലയിലെത്തിയത്. മനസ്സിലായോ? കളക്ഷൻ എടു. ആ, എന്താ വാടോ തുണിയുടെ അടിയില്? അയ്യോ മുതലാളി, ഞാൻ മറന്നു പോയതാ. വേല ഇറക്കരുത്, താ ഒരു പരമ തെണ്ടിയാണല്ലോ. അയ്യോ, കാലില്ലാത്തവനാണേ, വല്ലതും തരണേ. എന്താ വില? 27 രൂപ. വേണ്ട, അത്രയും കാശ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് വന്ന് വാങ്ങിച്ചോളാം. ശരി. മരുന്ന് വാങ്ങാൻ കാശ് തികഞ്ഞില്ല. സാരമില്ല, അല്ലെങ്കിൽ തന്നെ മരുന്ന് കഴിച്ചിട്ടെന്ന് പ്രയോജനം. ഇതാ വേണ്ട, ഞാനിങ്ങനെ മരിച്ചോളാം. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ജയൻ, നിനക്കെന്തു പറ്റി? എന്തു പറ്റി ജയൻ? ഒരു കാർ ആക്സിഡന്റ്. കാലിനാണ് ചതവ് പറ്റിയത്. കുറെ കാലം ആശുപത്രി കിടന്നു. ഇതേവരെ സമ്പാദിച്ച എല്ലാ പണവും ഈ കാലിന് വേണ്ടി ചെലവാക്കി. എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും കണ്ടു. ഒരു ഫലവും ഉണ്ടായില്ല. ആ ഇടവേളയിൽ പുതിയ ഗായകർ കയറിപ്പറ്റി. അവരാധിപത്യം സ്ഥാപിച്ചു. ഞാൻ ഈ നിലയിലെത്തി. സ്റ്റേജ് പ്രോഗ്രാമിനെങ്കിലും ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്കും വേണ്ടത്
ഗ്ലാമറുള്ള ഇന്നത്തെ പ്രതിഭകളെ. എനിക്ക് ദുഃഖമില്ല. പലരും എനിക്ക് സഹായം വെച്ചുണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ തടഞ്ഞു. ആത്മഹത്യ ചെയ്താൽ പോലും ഞാനതിന് സമ്മതിക്കില്ല. തെരുവിൽ പോയിരുന്നു പാടിയാലും എനിക്ക് 5-6 രൂപ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. എന്റെ ശബ്ദവും ഹാർമോണിയം ഉള്ളിടത്തോളം കാലം എനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് വരുമോളെ. ചെല്ലുമോളെ. ഇത് നമ്മുടെ MD യുടെ കാറാണല്ലോ. ഇതെന്തിനാ ഇവിടെ വന്നു? എന്നാ മോളെ വെച്ചോളൂ. വേണ്ട ഗോപിയേട്ട, വേണ്ട. ഗോപിയേട്ട, ഗോപിയേട്ട. തുണി കേട്ടി. ഈ പാട്ട് ഞാനെല്ലാം മറന്നുപോയി. ഇനി എനിക്ക് കാപ്പി തരാനും മറക്കണ്ട. ഇല്ല, വരൂ ചേട്ടാ. ഹലോ, ഗോപിയേട്ടൻ. ആ, ഇതാണ് എന്റെ ഭാര്യ രമ. ജയദേവന്റെ ഒരു ആരാധിയും കൂടിയാണ്. ക്ലാറ്റ് പറ്റി. ചേട്ടൻ വിചാരിച്ചു ചേട്ടനെ ഓർമ്മയുണ്ടാവില്ലെന്ന്. കൊള്ളാം. ഗോപിയേട്ടനെ മറക്കാൻ പറ്റുമോ? കോളേജിൽ സീനിയർ ക്ലാസ്സിലായിരുന്നു. കവി, ബുദ്ധിജീവി, എഴുത്തുകാരൻ. ഓ, പിന്നെ ഞങ്ങൾ പയ്യന്മാരുടെയൊക്കെ ഗുരുവും. എന്തായാലും തന്റെ പാട്ടിനുള്ള മഹത്വം എന്റെ കവിതയ്ക്കില്ല. അത് ഞാൻ നേരത്തെ നിർത്തിയത് എന്റെ ഭാഗ്യം. അയ്യോ, അത് വേണ്ടായിരുന്നു. നല്ലൊരു കവി നമുക്ക് നഷ്ടപ്പെടുകയാണ്. മിസ്റ്റർ ജയദേവന്റെ പാട്ടും ഞാൻ ടേപ്പിലാക്കിയിട്ടുണ്ട്. എത്ര മനോഹരം. ദുബായിൽ നടത്തിയ കച്ചേരിയുടെ കാസറ്റ് എന്റെ കൂട്ടുകാരി എനിക്ക് അയച്ചു തന്നു. എന്ത് രസമുള്ള പാട്ടുകൾ. താങ്ക് യു. ആ ജയൻ, നാളെ ഊണ് ഞങ്ങളുടെ വീട്ടിലാകാം. എന്താ? വരാം. ഗോപിയേട്ടൻ വിളിച്ച വരാതിരിക്കാൻ പറ്റൂ? പിന്നെ ഭാര്യയ്ക്ക് എന്റെ പാട്ട് ഇഷ്ടമായതുകൊണ്ട് നല്ല ഊണ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. ഞാൻ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ചാപ്പാട് അസലായിട്ടുണ്ട്. ചിക്കൻ കറി ഉഗ്രൻ. അയ്യോ മതി, പ്ലീസ്. ഉഗ്രനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല. എത്ര രുചിയുള്ള ആഹാരമായാലും ശരി, ഞങ്ങൾ പാട്ടുകാരധികം ഭക്ഷണം കഴിച്ചു വയറ് വണ്ണം വയ്ക്കും. അപ്പൊ ശ്വാസം മുട്ടും, പിന്നെ പാടാൻ വയ്യാതാവും. എന്നാലും ഇങ്ങ് എടുത്തേക്കാം. അത് വേണ്ട, അവിടെ ഇരുന്നോട്ടെ. വയറ് വണ്ണം വെച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് മുഴുവൻ ഞാൻ കഴിക്കും. എന്തുകൊണ്ടാണെന്നോ, ഈ അടുത്ത കാലത്തെങ്ങും ഇത്ര രുചിയുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ പയ്യൻ വെക്കുന്ന ചാപ്പാട്. എങ്കിൽ ഒരു വിവാഹം കഴിച്ചുകൂടെ? എന്താണോ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. വരട്ടെ, ആലോചിക്കാം. ആട്ടെ, നീ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? 10-12 ദിവസം കാണും. ആ ദിവസങ്ങളിൽ നിനക്ക് ഇവിടെ ഒന്നും കഴിച്ചൂടെ? എപ്പോഴും പറ്റിയെന്ന് വരില്ല. 10-12 പടത്തിന്റെ റെക്കോർഡിംഗ് തന്നെ ഉണ്ട്. പിന്നെ 4-5 ഗാനമേള. അതിനിടയിൽ സൗകര്യം കിട്ടുമ്പോൾ ഞാൻ വരാം. അപ്പൊ ഊണിലെന്ന് പറഞ്ഞു കളരുത് കേട്ടോ. ഈ റെക്കോർഡിംഗ് എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എവിടെ വെച്ചായിരിക്കും റെക്കോർഡിംഗ്? തിരുവനന്തപുരത്ത് ആകെ 2 റെക്കോർഡിംഗ് തിയേറ്ററിലേ ഉള്ളൂ. ചിത്രാഞ്ജലിയും തരങ്ങണി. അതിലേതെങ്കിലും ഒന്നിൽ വെച്ചായിരിക്കും. സൗകര്യം ഉള്ളപ്പോ പറഞ്ഞാൽ മതി, അപ്പൊ കാണാം. മതിയാക്കിയോ? എന്റെ പ്ലേറ്റ് നോക്കിയേ, ക്ലീൻ ക്ലീൻ. സത്യം പറയട്ടെ, പണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന ഒരു പ്രതീതി. ആകെ ഒരു സന്തോഷം.
ബൈ അന്ന് റെക്കോർഡിംഗ് കാണാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ നാളെ തരങ്ങളിൽ റെക്കോർഡിംഗ് ഉണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ ഗോപിയേട്ടനെ കൂട്ടി വരൂ. തീർച്ചയായും വരും. റെക്കോർഡിംഗ് കാണണമെന്നുള്ളത് എന്റെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാ. അതിനെന്താ ആ ആഗ്രഹം? വരുന്നു ചേട്ടാ, ഞാൻ ബാത്റൂമില്ല. ഓ, ഈ ചേട്ടന് ഒരു ക്ഷമയുമില്ല. അല്ല, ജയൻ എത്തിയോ? കൃത്യസമയത്ത് തന്നെ എത്തി. ഇരിക്കൂ. ഞാൻ അല്പം താമസിച്ചു പോയി. ഓഫീസിൽ ഭയങ്കര തിരക്ക്. പിന്നെ രമ ഓർപ്പിച്ചുകൊണ്ടാണ് ഓടിയെത്തിയത്. രമ എവിടെ? രമേ, രമേ. ആ, നീ ഒരുങ്ങിക്കഴിഞ്ഞോ? വെരി ഗുഡ്. എന്നാ പോകാം. അപ്പൊ കാപ്പി? ജയന് കാപ്പി കൊടുത്തില്ലേ? ചേട്ടൻ വന്നിട്ടാകാമെന്ന് കരുതി. എന്നാ പോയി കൊണ്ടുവാ. ആ. ഹലോ. ആ, അതെ. ഓഹോ, എപ്പോഴാണ്? ഞാൻ വരാം. ഓഫീസിൽ നിന്നാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാർ ഫയലുകളും മറ്റും പരിശോധിക്കുകയാണ്. എനിക്ക് ഉടനെ പോകണം. ആ, ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ രണ്ടുപേരെയും ഓഡിറ്റോറിയത്തിലാക്കിയിട്ട് പോകാം. അരമണിക്കൂറിന് തിരിച്ചു വരികയും ചെയ്യാം. എന്താ? അത് വേണ്ട ചേട്ടാ, ചേട്ടനില്ലാതെ. അത് സാരമില്ല. അരമണിക്കൂറിനകത്ത് ഞാൻ തിരിച്ചു വരുമല്ലോ. ഒന്നും ആലോചിക്കാനില്ല. വരൂ. ഹലോ, ഹലോ. ജയദേവൻ സുന്ദരനാണല്ലോ. എന്താ സിനിമയിൽ അഭിനയിക്കാത്തത്? പാട്ട് മാത്രം പോരെ, അതും കൂടെ വേണം. ഇതാണോ മിസ്റ്റർ ജയദേവന്റെ ഭാര്യ? ഹലോ, യു ആർ ലക്കി. മിസ്റ്റർ ജയദേവന് ഭർത്താവായി കിട്ടാൻ എത്രയോ പെൺകുട്ടികൾ ആഗ്രഹിച്ചു. ഈ ഞാനും. കൺഗ്രാറ്റുലേഷൻ. മിസ്റ്റർ ജയദേവന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്നൊരു അഭിമാനമല്ലേ? പ്ലീസ്. ഓ, ഫോട്ടോഗ്രാഫ്. താങ്ക്സ്.